ഹായ് ഫ്രണ്ട്സ്, കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ASUS ZenFone Max Pro M2ൻ്റെ അൺബോക്സിംഗ് ആണ്. ഈ കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്ത ഫോണാണ് ZenFone Max Pro M2. ഇതിനു മുമ്പ് ASUSൻ്റെ തന്നെ ZenFone Max Pro M1 എന്ന് പറയുന്ന ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നു. വളരെ സക്സസ് ആയ ഒരു ഫോണായിരുന്നു M1. അതിനുശേഷം ASUSൻ്റെ ഈ വർഷം തന്നെ ലോഞ്ച് ചെയ്ത ഫോണാണ് M2. ഇതിൽ കുറേയേറെ മാറ്റങ്ങളോട് കൂടിയാണ് M1ൽ നിന്നും കുറേയേറെ അപ്ഗ്രേഡ് ചെയ്താണ് ASUS ZenFone Max Pro M2 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ നല്ലൊരു പ്രോസസ്സർ, അതിനോടൊപ്പം തന്നെ കോണിംഗ് Gorilla Glass 6 പ്രൊട്ടക്ഷനോട് കൂടിയാണ് ഈ ഫോൺ വരുന്നത്. 5000 mAhൻ്റെ ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. എല്ലാം കൊണ്ടും നല്ല ഒരു മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണാണ് ASUS ZenFone Max Pro M2 എന്ന് പറയാം. ഈ ഫോണിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 13,000 രൂപയിൽ നിന്നുമാണ്. ഇതിൻ്റെ 6GB വേരിയന്റിന് 17,000 രൂപ വരെയാണ്. എന്തായാലും നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഈ ഫോണിനോടൊപ്പം ബോക്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന്. വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനിലുള്ള ബോക്സിലാണ് ASUS ZenFone Max Pro M2 ലഭിക്കുന്നത്. ബോക്സിന് മുകളിലായിട്ട് ഫോണിൻ്റെ ചില സ്പെസിഫിക്കേഷൻസ് എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാൻ ഇതുവരെ ഇത് ഓപ്പൺ ആക്കിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഓപ്പൺ ആക്കി. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക. ഇതിന് മുകളിലൊരു കവറുണ്ട്, ഇതൊന്ന് എടുത്ത് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം ഇവിടെ നമുക്ക് ഫോൺ ലഭിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെയൊരു കവറിനുള്ളിലാണ് ഫോൺ ലഭിക്കുന്നത്. ഈ പ്ലാസ്റ്റിക് കവറിലും കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. മാക്സിമം പെർഫോമൻസ് 3 മടങ്ങ് വരെ ഇതിൻ്റെ വർദ്ധിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. 14 നാനോമീറ്ററിൻ്റെ ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 2 days ബാറ്ററി ബാക്കപ്പ് ലഭിക്കുമെന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം അറിയാനായിട്ട് സാധിക്കും. ഫോൺ ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചു. അതിനോടൊപ്പം ലഭിച്ച ഈ ബോക്സിനുള്ളിൽ എന്താണെന്ന് നോക്കാം. സിം ഇജക്ട് ചെയ്യാനുള്ള ഒരു ചെറിയ ടൂൾ ഇതിലുണ്ട്. അതിനോടൊപ്പം തന്നെ വാറണ്ടി കാർഡുണ്ട്, യൂസർ മാനുവലുണ്ട്. ഇതൊക്കെ നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇവിടെ ഒരു ബാക്ക് കേസ് ലഭിച്ചിട്ടുണ്ട്. സിലിക്കോൺ ബാക്ക് കേസാണ് ഇത്. ASUS ZenFone Max Pro M1ൽ ലഭിച്ച അതേ ക്വാളിറ്റിയിലുള്ള ഒരു കവറാണ്. ഇനി ബോക്സിൽ എന്താണുള്ളത് നോക്കാം. ഇതിലൊരു ചാർജിങ് അഡാപ്റ്റർ ഉണ്ട്, ഒരു ഡേറ്റ കേബിൾ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ബോക്സിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഡേറ്റ കേബിള് Type 2 USB കേബിളാണ്, നോർമൽ ചാർജിങ് കേബിളാണ്. അതിനോടൊപ്പം തന്നെ M1ൽ ലഭിച്ച പോലുള്ള ഒരു ചാർജറാണ് ഇതിൽ ലഭിച്ചിരിക്കുന്നത്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് അല്ല. ഞാനിവിടെ നിന്ന് ഫോണൊന്ന് ബൂട്ട് ചെയ്യുകയാണ്. ബാക്ക് സൈഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നല്ലൊരു ഗ്ലാസ് ഫിനിഷിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഗ്ലാസ് അല്ല, എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആണ് ഇവിടെ ബാക്ക് സൈഡിൽ നിന്ന് കൊടുത്തിരിക്കുന്നത്. ഇത് പ്ലാസ്റ്റിക് ആണ്, നല്ല ഗ്ലോസി ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഫുള്ളി പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് ഈ ഫോൺ നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു ഫുള്ളി സ്റ്റോക്ക് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണാണ്. ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് ഫോൺ ഓൺ ആക്കുമ്പോൾ ലഭിക്കുക. നമുക്കിതിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ ഒന്ന് നോക്കാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സിം ട്രേ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കാണാൻ സാധിക്കും, ഇവിടെയാണ് സിം ട്രേ ഉള്ളത്. 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഡുവൽ 4G സപ്പോർട്ടഡ് ആണ് ഈ സ്മാർട്ട് ഫോണ്. അതിനോടൊപ്പം തന്നെ 2 TB വരെ ഇതിൽ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ബോട്ടം സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ 3.5 mm ഹെഡ്ഫോൺ ജാക്ക് ലഭിക്കും. അതിനോടൊപ്പം തന്നെ Type 2 USB പോർട്ട് ലഭിക്കും. ഇപ്പോൾ ഇറങ്ങുന്ന ഒട്ടുമിക്ക സ്മാർട്ട് ഫോണിലും Type C USB ചാർജിങ് ആണ് നൽകാറുള്ളത് കമ്പനികൾ. എന്നാൽ ASUSൽ Type 2 ആണ് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 2 സ്പീക്കേഴ്സ് ഇവിടെ ലഭിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് പവർ ബട്ടൺ ലഭിക്കും. അതിന് തൊട്ട് മുകളിലായിട്ട് തന്നെ വോളിയം ബട്ടൺസും ലഭിക്കുന്നുണ്ട്. 3 വേരിയൻറ്റിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. 3GB റാമിൽ 32GB ഇൻറ്റേർണൽ സ്റ്റോറേജുള്ള ഫോണിൻ്റെ വില 13,000 രൂപയും 4GB റാമിൽ 64GB ഇൻറ്റേർണൽ സ്റ്റോറേജുള്ള ഫോണിൻ്റെ വില 15,000 രൂപയുമാണ്. നിങ്ങൾ ഈ കാണുന്ന ഫോണ് 6GB റാമിൻ്റെ 64GB സ്റ്റോറേജുള്ള ഫോണാണ്. ഇതിൻ്റെ വില 17,000 രൂപയാണ്. ഞാനിത് വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നുമാണ്. ഒരു ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണ് ASUS ഈ ഫോണിൽ നൽകിയിരിക്കുന്നത്. നമുക്ക് അറിയാം, ASUS ZenFone Max Pro M1ൽ ഈ നോച്ചിലായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് നോച്ചിനുള്ളിൽ തന്നെ ക്യാമറ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു സ്പീക്കറും ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ്രോയിഡ് ഓറിയോ 8.1ലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ ലോഞ്ചിങ് ടൈമിൽ ASUS പറഞ്ഞത് അടുത്ത മാസം, അതായത് ജനുവരിയിൽ ഇതിൻ്റെ ആൻഡ്രോയിഡ് പൈ അപ്ഡേറ്റ് ലഭിക്കും എന്നാണ്. ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് മൊബൈൽ ആയതുകൊണ്ട് ഉടൻ തന്നെ നമുക്ക് ഇതിൻ്റെ അപ്ഡേറ്റ് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഈ ഫോണിൻ്റെ പ്രോസസ്സർ Qualcomm Snapdragon 660 ആണ്. അതിനോടൊപ്പം തന്നെ GPU Adreno 512. ആൻഡ്രോയിഡ് വേർഷൻ ആൻഡ്രോയിഡ് ഓറിയോ 8.1. ബ്ലോട്ട്വെയർ ആപ്ലിക്കേഷനുകൾ ഒന്നും തന്നെ
ക്യാമറയില്ല. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫേസ്ബുക്ക്, ഡിയോ, മെസ്സഞ്ചർ തുടങ്ങിയ ആവശ്യമുള്ള നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനേ ഉള്ളൂ. അല്ലാതെ കസ്റ്റം യു ഐയിലാണെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷനുകളൊക്കെ കാണാം. ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ, നമ്മൾ ഉപയോഗിക്കുക പോലും ചെയ്യാത്ത ആപ്ലിക്കേഷനുകൾ ഉണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ ക്യാമറ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ 2 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. ഒരെണ്ണം 12 മെഗാ പിക്സലിൻ്റെയും മറ്റൊരെണ്ണം 5 മെഗാ പിക്സലിൻ്റെയുമാണ്. വിത്ത് ഫ്ലാഷ് ഇവിടെയുണ്ട്. ബാക്ക് ക്യാമറ ഉപയോഗിച്ച് 4K വീഡിയോസ് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ മൊബൈലിൻ്റെ ഫുൾ ക്യാമറ റിവ്യൂ ഞാൻ വരും ദിവസങ്ങളിലുള്ള വീഡിയോകളിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഒന്ന് ഉപയോഗിച്ചതിന് ശേഷം ഇതിൻ്റെ ക്യാമറ എങ്ങനെ ഉണ്ടെന്നുള്ളത് വരും ദിവസങ്ങളിലെ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ 13 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ്. ഇതിൽ EIS എനേബിൾ അല്ല. നെക്സ്റ്റ് അപ്ഡേറ്റിൽ EIS എനേബിൾ ആകുമെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. ഇത് ആർട്ടിഫിഷ്യൽ ലൈറ്റിലെടുത്ത ഫോട്ടോ ആണ്. നല്ല ക്ലാരിറ്റി എന്തായാലും ഫോട്ടോയ്ക്കുണ്ട്. ഈ ഫ്രണ്ട് സൈഡിൽ ലൈറ്റ് കുറവാണെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല രീതിയിൽ ഫോട്ടോ വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും ഇത് ഈ ക്യാമറ ഉപയോഗിച്ച് ഔട്ട് സൈഡിലെടുത്ത ഫോട്ടോയാണ്. ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചെടുത്ത ഫോട്ടോയാണ്. ഇത് വിത്ത് ഫ്ലാഷിലെടുത്ത ഫോട്ടോയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സാധാരണ ഫോണുകളിലുള്ളതുപോലെ ബ്യൂട്ടി മോഡും പോർട്രേറ്റ് മോഡും ഒക്കെ തന്നെ ഇതിലും ലഭിക്കും. ഈ ഫോണിൽ 5000 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. M1ലും 5000 mAh ബാറ്ററി ആയിരുന്നു. ഞാൻ ഏകദേശം 4 മന്ത് M1 ഉപയോഗിച്ചതാണ്. M1ൽ ബാറ്ററി ബാക്കപ്പിൻ്റെ ഒരു പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. കാരണം ഒരു പ്രാവശ്യം അപ്ഡേഷന് ശേഷം കുറച്ച് ദിവസത്തേക്ക് ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആകുന്നുണ്ടായിരുന്നു M1ൽ. അതിനുശേഷം വീണ്ടും ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രോബ്ലവും സോൾവ് ആയിരുന്നു. എന്നാലും 5000 mAh ബാറ്ററിയിൽ നമുക്ക് ഒരു മിനിമം യൂസേജിൽ ഒരു ദിവസം കംപ്ലീറ്റ് ഈ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് 175 ഗ്രാമാണ്. ഫുൾ പ്ലാസ്റ്റിക് ബോഡിയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങളുടെ കാണാൻ സാധിക്കും. എന്നാൽ ഒരു പ്രീമിയം ലുക്ക് അത്രയ്ക്ക് വരുന്നില്ലെങ്കിലും ആവശ്യത്തിനുള്ള ഒരു മനോഹരമായിട്ടുള്ള ഡിസൈന് ASUSൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഈ ഫോണിൽ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 6 ആണ് ലഭിക്കുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ എനിക്ക് തോന്നുന്നു മറ്റു ഫോണുകളിൽ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 6 ലഭിക്കുന്നുണ്ടായിരിക്കത്തില്ല. ഇതിൽ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 6 ആണ് ലഭിക്കുക. ഇതിൻ്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ 88% ആണ്. ബ്ലാക്ക് കളറിൽ ഈ ഫോൺ ലഭിക്കും. അതിനോടൊപ്പം തന്നെ ബ്ലൂ കളറിൻ്റെ ഒരു വേരിയൻറ്റും ഇതിൻ്റെ ലഭിക്കുന്നതാണ്. ഈ ഫോൺ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഫ്ലാഷ് സെയിലിൽ അവൈലബിൾ ആണ്. ഞാൻ ഫസ്റ്റ് ഫ്ലാഷ് സെയിലിലാണ് വാങ്ങിയത്. എന്നാൽ പെട്ടെന്ന് തീർന്നൊന്നും പോയില്ല. കുറേ സമയം സെയിലുണ്ടായിരുന്നു ഫോണിൻ്റെ. അങ്ങനെയാണ് ഞാനിത് വാങ്ങിയത്. നിങ്ങൾക്ക് ഇത് വാങ്ങാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ തരുന്നതാണ്. ഞാൻ M1 എന്ന് പറയുന്ന ഫോൺ ഉപയോഗിച്ചതിന് ശേഷം M2ലേക്ക് വരാനുള്ള കാര്യം ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണെന്നുള്ള ഒരു പ്രത്യേകത ASUS ZenFone Max Proയ്ക്കുണ്ട്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടും. ഞാൻ ഇതിനു മുമ്പ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് അല്ല ഉപയോഗിച്ചിരുന്നത്. MIയുടെ ഫോണാണ് ഉപയോഗിച്ചിരുന്നത്. MI UI ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം പിന്നീടാണ് ZenFone Max Pro M1 വാങ്ങിയത്. അതിൽ ഫുള്ളി സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയിരുന്നു. അതിനുശേഷം സ്റ്റോക്ക് ആൻഡ്രോയിഡ് വിട്ട് മറ്റൊരു കസ്റ്റം UIയിലേക്ക് പോകാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് വീണ്ടും M2 വാങ്ങിയത്. ഞാൻ പറഞ്ഞതുപോലെ ഈ ഫോണിൽ ബ്ലോട്ട്വെയർ ആപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഒരു ഗാലറി ആപ്ലിക്കേഷൻ പോലും സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് ഇതിൽ നിങ്ങൾക്ക് ലഭിക്കത്തില്ല. ഗാലറി ആപ്ലിക്കേഷൻ തൊട്ടുള്ള കാര്യങ്ങൾ നമുക്കിതിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ആവശ്യത്തിൽ ഇല്ലാത്ത ആപ്ലിക്കേഷനുകൾ ഒന്നും തന്നെ ഇല്ല. പിന്നീട് നമുക്ക് ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്യാൻ പോകണം, അങ്ങനെയൊന്നുള്ള പ്രശ്നങ്ങൾ ഇതിലില്ല. സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിനോടൊപ്പം തന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡിൽ കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റുകൾ നമുക്ക് കമ്പനി നൽകിക്കൊണ്ടിരിക്കും. ഈ ഫോൺ എന്തായാലും ഞാൻ കുറച്ച് ദിവസം ഉപയോഗിച്ചതിന് ശേഷം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ തരുന്നതാണ്. ഫസ്റ്റ് ലുക്കിൽ ഫോൺ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ലുക്ക് ഈ ഫോണിനുണ്ട്. അത്രയ്ക്കൊരു പ്രീമിയം ലുക്ക് നൽകുന്നില്ല എന്നുണ്ടെങ്കിലും ആവശ്യത്തിനുള്ള ഒരു ലുക്ക് ഈ ഫോണിന് ASUS നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം നമ്മൾ ചെക്ക് ചെയ്യാൻ മറന്നുപോയി, ഇതിൻ്റെ ഫിംഗർ പ്രിന്റ് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിന്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഫോണിൽ ലഭിക്കും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് ഫിംഗർ പ്രിന്റ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ കേസ് ഇവിടെ ഇട്ട് കാണിച്ചില്ല. ഞാനിതൊന്ന് ഇട്ട് കാണിച്ചു തരാം. നോക്കുക, കേസ് ഇട്ട് കഴിയുമ്പോൾ കുറച്ച് വലിപ്പം തോന്നുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഫോണിൻ്റെ സേഫ്റ്റിക്ക് ഒരു ബാക്ക് കവറൊക്കെ ഇതേപോലെ ഇട്ട് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. താഴേക്ക് വീഴുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊട്ടിച്ചേറി പോകും. ഇതേപോലൊരു സിമ്പിളായിട്ടുള്ള ബാക്ക് കവർ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും.
M2ന്റെ അൺബോക്സിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ വീഡിയോ ലൈക്ക് ചെയ്യണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടണിനടുത്തുള്ള ബെൽ ഐക്കണിലും ക്ലിക്ക് ചെയ്യുക. അതിലൂടെ ഞാൻ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഫോണിൻ്റെ ഒരു ഫുൾ റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആദ്യ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഒരു ക്യാമറ റിവ്യൂ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വീഡിയോയുടെ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ക്യാമറ റിവ്യൂവും അതിനോടൊപ്പം തന്നെ ഓവറോൾ ഒരു പെർഫോമൻസിനെ കുറിച്ചുള്ള റിവ്യൂ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.